ഓം ശാന്തി 19/3/2025 പ്രഭാതമുരളി. മധുരമായ കുട്ടികളെ, ഈ പഴയ ലോകത്തിൽ നിന്നും പഴയ ശരീരത്തിൽ നിന്നും നിങ്ങൾ ജീവിച്ചിരിക്കെ തന്നെ മരിച്ച് വീട്ടിലേക്ക് പോകണം. അതുകൊണ്ട് ദേഹാഭിമാനം ഉപേക്ഷിച്ച് ദേഹി അഭിമാനി ആകൂ. ചോദ്യം: നല്ല നല്ല പുരുഷാർത്ഥികളായിട്ടുള്ള കുട്ടികളുടെ ലക്ഷണങ്ങൾ എന്തെല്ലാമാണ്? ഉത്തരം: നല്ല പുരുഷാർത്ഥികളായിട്ടുള്ളവർ അതിരാവിലെ എഴുന്നേറ്റ് ദേഹി അഭിമാനി ആയിരിക്കുന്നതിനുള്ള അഭ്യാസം ചെയ്യും. അവർ ഒരു ബാബയെ ഓർമ്മിക്കുന്നതിനുള്ള പുരുഷാർത്ഥം ചെയ്യും. മറ്റൊരു ദേഹധാരിയുടെയും ഓർമ്മ വരാതെ നിരന്തരം ഒരു ബാബയുടെ 84 ചക്രത്തിന്റെയും ഓർമ്മ മാത്രമായിരിക്കണം ഉണ്ടാകേണ്ടത് എന്ന ലക്ഷ്യം അവർക്കുണ്ടായിരിക്കും. അതും അഹോ സൗഭാഗ്യമെന്ന് പറയും. ഓം ശാന്തി. നിങ്ങൾ കുട്ടികൾ ഇപ്പോൾ ജീവിച്ചിരിക്കെ തന്നെ മരിച്ചു കഴിഞ്ഞു. എങ്ങനെയാണ് മരിച്ചത്? ദേഹാഭിമാനം ഉപേക്ഷിച്ചു. പിന്നീടുള്ളത് ആത്മാവാണ്. ശരീരം നശിച്ചു പോകുന്നു. ആത്മാവ് മരിക്കുന്നില്ല. ബാബ പറയുന്നു, ജീവിച്ചിരിക്കെ തന്നെ സ്വയം ആത്മാവാണെന്ന് മനസ്സിലാക്കി പരംപിത പരമാത്മാവുമായി യോഗം വയ്ക്കുന്നതിലൂടെ ആത്മാവ് പവിത്രമാകും. ആത്മാവ് പവിത്രമാകാതെ പവിത്രമായ ശരീരവും ലഭിക്കില്ല. ആത്മാവ് പവിത്രമായി കഴിഞ്ഞാൽ സ്വതവേ തന്നെ ഈ ശരീരം ഉപേക്ഷിക്കും. സർപ്പത്തിന്റെ തോൽ സ്വാഭാവികമായി വിട്ടുപോകുന്നത് പോലെ അതിനോടുള്ള മമത്വം ഇല്ലാതാകുന്നു. അതിനറിയാം ഇപ്പോൾ പുതിയ തോൽ കിട്ടുമെന്ന്. ഓരോരുത്തർക്കും അവരവരുടേതായ ബുദ്ധിയുണ്ടാകുമല്ലോ. നിങ്ങൾ കുട്ടികൾക്കറിയാം, ഇപ്പോൾ നമ്മൾ ജീവിച്ചിരിക്കെ തന്നെ ഈ പഴയ ലോകത്തിൽ നിന്നും പഴയ ശരീരത്തിൽ നിന്നും മരിച്ചിരിക്കുകയാണ്. നിങ്ങൾ ആത്മാക്കൾ ശരീരം ഉപേക്ഷിച്ച് എങ്ങോട്ട് പോകും? തന്റെ വീട്ടിലേക്ക്. ഞാൻ ആത്മാവാണ്, ശരീരമല്ല എന്നത് ആദ്യം വളരെ നന്നായി ഉറപ്പിക്കണം. ആത്മാവ് പറയുന്നു, ബാബ, ഞാൻ അങ്ങയുടേതായി തീർന്നിരിക്കുകയാണ്. ജീവിച്ചിരിക്കെ തന്നെ മരിച്ചു കഴിഞ്ഞു. പിതാവായ എന്നെ ഓർമ്മിക്കൂ, എങ്കിൽ നിങ്ങൾ തമോ പ്രധാനത്തിൽ നിന്നും സതോ പ്രധാനമായി മാറും എന്ന നിർദ്ദേശം ആത്മാവിനിപ്പോൾ ലഭിച്ചിരിക്കുകയാണ്. ഈ ഓർമ്മിക്കുന്നതിന്റെ ശീലം വളരെ ആവശ്യമാണ്. ആത്മാവ് പറയുന്നു, ബാബ, അങ്ങ് വരികയാണെങ്കിൽ ഞങ്ങൾ അങ്ങയുടേതായി തന്നെ മാറും. ആത്മാവ് പുരുഷനാണ്, സ്ത്രീ അല്ല. നമ്മൾ ആത്മാക്കൾ സഹോദരങ്ങളാണ് എന്നാണ് പറയുന്നത്. നമ്മളെല്ലാം സഹോദരിമാരാണ് എന്ന് പറയാറില്ല. എല്ലാ കുട്ടികൾക്കും സമ്പത്ത് ലഭിക്കണം. ആത്മാക്കളെല്ലാം സഹോദരങ്ങളാണ്. ബാബ സർവരോടും പറയുന്നു, ആത്മീയ കുട്ടികളെ, എന്നെ ഓർമ്മിക്കൂ. ആത്മാവ് എത്ര ചെറുതാണ്. ഇതെല്ലാം മനസ്സിലാക്കേണ്ട കാര്യങ്ങളാണ്. കുട്ടികളുടെ ഓർമ്മ സ്ഥായിയായി ഇരിക്കുന്നില്ല. സന്യാസിമാർ ഉദാഹരണം പറയാറുണ്ട്, ഞാൻ എരുമയാണ്, ഞാൻ എരുമയാണ് എന്ന് പറഞ്ഞ് എരുമയായി മാറി എന്ന്. എന്നാൽ സത്യത്തിൽ ആരും എരുമയാകുന്നില്ല. ബാബ പറയുന്നു, സ്വയം ആത്മാവാണെന്ന് മനസ്സിലാക്കൂ. ആത്മാവിന്റെയും പരമാത്മാവിന്റെയും ജ്ഞാനം ആരിലും ഇല്ലാത്തത് കാരണമാണ് ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം പറയുന്നത്. നിങ്ങൾക്ക് ആത്മാഭിമാനിയാകണം. നമ്മൾ ആത്മാവാണ്. ഈ പഴയ ശരീരം ഉപേക്ഷിച്ച് നമുക്ക് പുതിയത് എടുക്കണം. മനുഷ്യർ പറയാറുണ്ട്, ആത്മാവ് നക്ഷത്രമാണ്, ഭൃകുടി മധ്യത്തിലാണ് ഇരിക്കുന്നത്. പിന്നീട് പറയും, ആത്മാവ് അങ്കുഷ്ട ആകൃതിയിലാണ്. നക്ഷത്രം എങ്ങനെയാണ് ഇരിക്കുന്നത്? അങ്കുഷ്ടാകൃതി എങ്ങനെയാണ്? മണ്ണുകൊണ്ട് സാളിഗ്രാമങ്ങളും ഉണ്ടാക്കാറുണ്ട്. ആത്മാവ് ഇത്രയും വലുതല്ല. മനുഷ്യർ ദേഹി അഭിമാനികളായത് കാരണമാണ് ഇത്രയും വലിയ രൂപങ്ങൾ ഉണ്ടാക്കുന്നത്. ഇത് വളരെ സൂക്ഷ്മമായ മഹത്തായ കാര്യങ്ങളാണ്.
ഭക്തിയും മനുഷ്യൻ ഏകാന്തമായി ഇരുന്ന് ചെയ്യുന്നു. നിങ്ങൾ കുടുംബത്തിലിരുന്നു കൊണ്ടും ജോലിയെല്ലാം ചെയ്തും ഞാൻ ആത്മാവാണ് എന്ന കാര്യം ബുദ്ധിയിൽ ഉറപ്പിച്ചിരിക്കണം. ബാബ പറയുന്നു, നിങ്ങളുടെ പിതാവായ ഞാനും വളരെ ചെറിയ ബിന്ദുവാണ്. ഞാൻ വലുതല്ല. എന്നിൽ മുഴുവൻ ജ്ഞാനവുമുണ്ട്. ആത്മാവും പരമാത്മാവും രണ്ടും ഒരുപോലെയാണ്. എന്നാൽ പരമാത്മാവിനെ സുപ്രീം എന്ന് വിളിക്കുന്നു. ഇത് ഡ്രാമയിൽ അടങ്ങിയിട്ടുള്ളതാണ്. ബാബ പറയുന്നു, ഞാൻ അമരനാണ്. ഞാൻ അമരനായിരുന്നില്ല എങ്കിൽ നിങ്ങളെ എങ്ങനെ പാവനമാക്കും? നിങ്ങളെ മധുരമായ കുട്ടികളെ എന്ന് എങ്ങനെ വിളിക്കും? ആത്മാവ് തന്നെയാണ് സർവ്വതും ചെയ്യുന്നത്. ബാബ വന്ന് ആത്മാഭിമാനി ആക്കുന്നു. ഇതിൽ തന്നെയാണ് പരിശ്രമമുള്ളത്. ബാബ പറയുന്നു, ബാബയെ മാത്രം ഓർമ്മിക്കൂ, മറ്റാരെയും ഓർമ്മിക്കരുത്. ലോകത്ത് യോഗികൾ ധാരാളമുണ്ട്. ഒരു കന്യകയുടെ വിവാഹം കഴിഞ്ഞാൽ പതിയുമായി യോഗം വെക്കാറുണ്ടല്ലോ. ആദ്യം തീർത്തും ഉണ്ടായിരുന്നില്ല. പതിയെ കണ്ടു, പിന്നെ പതിയുടെ ഓർമ്മയിൽ ഇരിക്കുന്നു. ഇപ്പോൾ ബാബ പറയുന്നു, ബാബയെ മാത്രം ഓർമ്മിക്കൂ. ഇതിൽ വളരെ നല്ല അഭ്യാസം ആവശ്യമാണ്. ആരാണോ നല്ല നല്ല പുരുഷാർത്ഥി കുട്ടികൾ, അവർ അതിരാവിലെ എഴുന്നേറ്റ് ദൈവീ അഭിമാനിയാകുന്നതിനുള്ള അഭ്യാസം ചെയ്യും. ഭക്തിയും രാവിലെ ചെയ്യാറുണ്ടല്ലോ. അവരവരുടെ ഇഷ്ടദേവനെ ഓർമ്മിക്കുന്നു. ഹനുമാന്റെ പോലും എത്രമാത്രം പൂജ ചെയ്യുന്നു. എന്നാൽ ഒന്നും അറിയുന്നില്ല. ബാബ വന്ന് മനസ്സിലാക്കി തരികയാണ്, നിങ്ങളുടെ ബുദ്ധി വാനരന്റേതുപോലെയായി. ഇപ്പോൾ വീണ്ടും നിങ്ങൾക്ക് ദേവതയാകണം. ഇത് പതീത തമോപ്രധാന ലോകമാണ്. നിങ്ങളിപ്പോൾ പരിധിയില്ലാത്ത ബാബയുടെ അടുത്ത് വന്നിരിക്കുന്നു. ബാബ പുനർജന്മ രഹിതനാണ്. ഈ ശരീരം ബ്രഹ്മാവിന്റേതാണ്. ബാബയുടെ ശരീരത്തിന് പേരില്ല. ബാബയുടെ പേര് മംഗളകാരി ശിവൻ. നിങ്ങൾ കുട്ടികൾ അറിയുന്നു, മംഗളകാരി ശിവബാബ വന്ന് നരകത്തെ സ്വർഗമാക്കുന്നു. എത്രമാത്രം മംഗളം ചെയ്യുന്നു! നരകത്തെ പൂർണമായും വിനാശം ചെയ്യിപ്പിക്കുന്നു. പ്രജാപിത ബ്രഹ്മാവിലൂടെ ഇപ്പോൾ സ്ഥാപന നടന്നുകൊണ്ടിരിക്കുന്നു. ഇതാണ് പ്രജാപിത ബ്രഹ്മ മുഖവംശാവലി. നടക്കുമ്പോഴും ചുറ്റിക്കറങ്ങുമ്പോഴും പരസ്പരം ജാഗ്രത നൽകണം. മൺമന ഭവ. ബാബ പറയുന്നു, ബാബയെ ഓർമ്മിക്കൂ, എങ്കിൽ വികർമ്മം വിനാശമാകും. പതിത പാവനൻ ബാബയാണല്ലോ. അവർ തെറ്റായി ശിവ ഭഗവാനു വാച എന്നതിനു പകരം കൃഷ്ണ ഭഗവാനു വാച എന്നെഴുതി. ഭഗവാൻ നിരാകാരനാണ്. പരംപിത പരമാത്മാവെന്ന് പറയുന്നു. പേര് ശിവൻ. ശിവന്റെ പൂജ ധാരാളം ചെയ്യുന്നുണ്ട്. ശിവകാശി ശിവകാശി എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നു. ഭക്തിമാർഗത്തിൽ അനേകം പേരുകൾ വയ്ക്കുന്നു. സമ്പാദ്യത്തിനു വേണ്ടി അനേകം ക്ഷേത്രങ്ങൾ നിർമ്മിക്കുന്നു. യഥാർത്ഥ പേര് ശിവൻ. പിന്നീട് സോമനാഥൻ എന്ന് വെച്ചു. സോമനാഥൻ സോമരസം കുടിപ്പിക്കുന്നവൻ, ജ്ഞാനധനം നൽകുന്നു. പിന്നീട് എപ്പോഴാണോ പൂജാരിയായത്, അപ്പോൾ ബാബയുടെ ക്ഷേത്രം നിർമ്മിക്കുന്നതിൽ എത്ര ചെലവ് ചെയ്തു? എന്തുകൊണ്ടെന്നാൽ സോമരസം നൽകിയല്ലോ. സോമനാഥനോടൊപ്പം സോമനാഥിനിയും ഉണ്ട്. ഏതുപോലെ രാജാവ് റാണി, അതുപോലെ പ്രജ, എല്ലാവരും സോമനാഥൻ സോമനാഥിനിയാണ്. നിങ്ങൾ സ്വർണിമ ലോകത്തിലേക്ക് പോകുന്നു. അവിടെ സ്വർണത്തിന്റെ ഇഷ്ടിക ഉണ്ടായിരിക്കും. ഇല്ല എങ്കിൽ എങ്ങനെ ചുമരെല്ലാം കെട്ടും? വളരെയധികം സ്വർണമുണ്ട്. അതിനാലാണ് അതിനെ സ്വർണിമ ലോകമെന്ന് പറയുന്നത്. ഇത് ഇരുമ്പിന്റെയും കല്ലിന്റെയും ലോകമാണ്. സ്വർഗത്തിന്റെ പേര് കേൾക്കുമ്പോൾ തന്നെ വായിൽ വെള്ളം വരും. വിഷ്ണുവിന്റെ 2 രൂപം, ലക്ഷ്മിയും നാരായണനും വേറെ വേറെ ആകുമല്ലോ. നിങ്ങൾ വിഷ്ണുപുരിയിലെ അധികാരി ആകുന്നു. ഇപ്പോൾ നിങ്ങൾ രാവണപുരിയിലാണ്. അതിനാൽ ഇപ്പോൾ ബാബ പറയുന്നു,
കേവലം സ്വയത്തെ ആത്മാവ് എന്ന് മനസ്സിലാക്കി ബാബയെ ഓർമ്മിക്കൂ. ബാബ പരംധാമിൽ വസിക്കുന്നു. നിങ്ങളും പരംധാമിൽ വസിക്കുന്നവരാണ്. ബാബ പറയുന്നു, നിങ്ങൾക്ക് യാതൊരു ബുദ്ധിമുട്ടും നൽകുന്നില്ല. വളരെ സഹജമാണ്. ബാക്കി ഈ രാവണനാകുന്ന ശത്രു നിങ്ങളുടെ മുന്നിൽ നിൽക്കുന്നു. അത് നിങ്ങൾക്ക് വിഘ്നമുണ്ടാക്കുന്നു. ജ്ഞാനത്തിൽ വിഘ്നം വരില്ല. യോഗത്തിലാണ് വിഘ്നം വരുന്നത്. ഇടയ്ക്കിടയ്ക്ക് മായ ഓർമ്മ മറപ്പിക്കുന്നു. ദേഹാഭിമാനത്തിൽ കൊണ്ടുവരുന്നു. ബാബയെ ഓർമ്മിക്കാൻ അനുവദിക്കില്ല. ഈ യുദ്ധം നടക്കുന്നു. ബാബ പറയുന്നു, കുട്ടികളെ, നിങ്ങൾ കർമ്മയോഗികളാണ്. ശരി, പകൽ ഓർമ്മിക്കാൻ കഴിയുന്നില്ല എങ്കിൽ രാത്രിയിൽ ഓർമ്മിക്കൂ. രാത്രിയിലെ അഭ്യാസം പകൽ പ്രയോജനത്തിൽ വരും. നിരന്തരം സ്മൃതി ഉണ്ടായിരിക്കണം. ഏതൊരു ബാബയാണോ നമ്മളെ വിശ്വത്തിന്റെ അധികാരിയാക്കുന്നത്, ആ ബാബയെ ഓർമ്മിക്കണം. ബാബയുടെ ഓർമ്മയിലും 84 ജന്മത്തിന്റെ ചക്രത്തിന്റെയും ഓർമ്മയിൽ ഇരിക്കൂ. എങ്കിൽ അഹോ സൗഭാഗ്യം. മറ്റുള്ളവരെയും കേൾപ്പിക്കണം. അല്ലയോ സഹോദരീ സഹോദരന്മാരെ, ഇപ്പോൾ കലിയുഗം പൂർത്തിയായി സത്യയുഗം വരികയാണ്. ബാബ വന്ന് സത്യയുഗത്തിലേക്ക് രാജയോഗം പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. കലിയുഗത്തിനു ശേഷം സത്യയുഗം വരണം. ഒരു ബാബയല്ലാതെ മറ്റാരെയും ഓർമ്മ വരരുത്. ആരാണോ വാനപ്രസ്ഥികൾ, അവർ സന്യാസിമാരുടെ സംഘത്തിലേക്ക് പോകുന്നു. വാനപ്രസ്ഥം, അവിടെ ശബ്ദത്തിന്റെ കാര്യമേ ഇല്ല. ആത്മാവ് ശാന്തമായി ഇരിക്കുന്നു, ലയിക്കുന്നില്ല. ഡ്രാമയിൽ നിന്ന് ഒരഭിനേതാവിനും മാറി നിൽക്കാൻ സാധിക്കില്ല. ഇതും ബാബ മനസ്സിലാക്കി തരികയാണ്. ഒരു ബാബയല്ലാതെ മറ്റാരെയും ഓർമ്മിക്കരുത്. കണ്ടുകൊണ്ടും ഓർമ്മിക്കാതിരിക്കൂ. ഈ പഴയ ലോകം നശിക്കാൻ പോകുന്നതാണ്. ഇത് ശവപ്പറമ്പല്ലേ? എന്താ ശവത്തെ എപ്പോഴെങ്കിലും ഓർമ്മിക്കാറുണ്ടോ? ബാബ പറയുന്നു, ഇവരെല്ലാം മരിച്ചു കഴിഞ്ഞു. ബാബ വന്നിരിക്കുന്നു. പതീതരെ പാവനമാക്കി തിരിച്ചു കൊണ്ടുപോകും. ഇവിടെ ഈ കാണുന്നതെല്ലാം ഇല്ലാതാകും. ഇന്നത്തെ കാലത്ത് ഈ ബോംബ് തുടങ്ങി എന്തെല്ലാം ഉണ്ടാക്കുന്നുവോ വളരെ തീവ്രമായതാണ് ഉണ്ടാക്കുന്നത്. പറയുന്നു, ഇവിടെ ഇരുന്നു കൊണ്ട് ആരുടെ മേൽ ഇടണമോ അവിടെ ഇടൂ. ഇത് ഡ്രാമയിൽ അടങ്ങിയിട്ടുണ്ട്. വീണ്ടും വിനാശം സംഭവിക്കണം. ഭഗവാൻ വന്ന് പുതിയ ലോകത്തിലേക്ക് രാജയോഗം പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. ഇത് ശാസ്ത്രങ്ങളിൽ പറഞ്ഞിട്ടുള്ള അതേ മഹാഭാരത യുദ്ധമാണ്. തീർത്തും സ്ഥാപനയും വിനാശവും ചെയ്യുന്നതിനായി ഭഗവാൻ വന്നിരിക്കുന്നു. ചിത്രവും വ്യക്തമാണ്. നമ്മൾ ഇന്നതാകും. ഈ സാക്ഷാത്കാരം നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കും. ഇവിടത്തെ ഈ പഠിത്തവും അവസാനിക്കും. അവിടെ ഡോക്ടർ, വക്കീൽ ഇവരുടെ ആവശ്യമില്ല. നിങ്ങൾ ഇവിടുന്ന് സമ്പത്ത് എടുത്തുകൊണ്ടു പോകുന്നു. കലകളും എല്ലാം ഇവിടുന്ന് കൊണ്ടുപോകുന്നു. കെട്ടിടവും മറ്റും നിർമ്മിക്കുന്ന ഫസ്റ്റ് ക്ലാസ് ആയിട്ടുള്ളവർ അവിടെയും ഉണ്ടാക്കും. ചന്തയെല്ലാം ഉണ്ടായിരിക്കില്ലേ? കാര്യങ്ങളെല്ലാം നടക്കും. ഇവിടുന്ന് പഠിച്ച ബുദ്ധി അവിടേക്ക് കൊണ്ടുപോകുന്നു. സയൻസിലൂടെയും നല്ല കഴിവുകൾ പഠിക്കുന്നു. അവയെല്ലാം അവിടെ പ്രയോജനത്തിൽ വരും. എന്നാൽ പ്രജയിലേക്ക് പോകും. നിങ്ങൾ കുട്ടികൾ പ്രജയിലേക്ക് വരരുത്. നിങ്ങൾ വന്നിരിക്കുന്നത് തന്നെ മാതാപിതാവിന്റെ സിംഹാസനധാരി ആകാൻ വേണ്ടിയാണ്. ബാബ ഏതൊരു ശ്രീമതമാണോ നൽകുന്നത് അതിലൂടെ നടക്കണം. ഒരേ ഒരു ഫസ്റ്റ് ക്ലാസ് ശ്രീമതം നൽകുന്നു. നിങ്ങൾ എന്നെ ഓർമ്മിക്കൂ. ചിലരുടെ ഭാഗ്യം അനായാസം തുറക്കുന്നു. എന്തെങ്കിലും കാരണം നിമിത്തമായി മാറുന്നു. കുമാരിമാരോട് ബാബ പറയുന്നു, വിവാഹം നഷ്ടമായി തീരും. ഈ ഗട്ടറിൽ വീഴരുത്. എന്താ നിങ്ങൾ ബാബയെ മാനിക്കില്ലേ? സ്വർഗത്തിലെ മഹാറാണി ആകില്ലേ? സ്വയം തന്നോട് തന്നെ പ്രതിജ്ഞ ചെയ്യണം, ഞാൻ ആ ലോകത്തിലേക്ക് ഒരിക്കലും പോകില്ല. ആ ലോകത്തെ ഓർമ്മിക്കുക പോലുമില്ല. എന്താ ശ്മശാനത്തെ എപ്പോഴെങ്കിലും ഓർമ്മിക്കുമോ? ഇവിടെ നിങ്ങൾ പറയും,
ഈ ശരീരം ഉപേക്ഷിച്ച് നമ്മൾ നമ്മുടെ സ്വർഗത്തിലേക്ക് പോകും. ഇപ്പോൾ 84 ജന്മം പൂർത്തിയായി. ഇപ്പോൾ നമ്മൾ നമ്മുടെ വീട്ടിലേക്ക് പോകും. മറ്റുള്ളവരെയും ഇത് കേൾപ്പിക്കണം. ഇതുമറിയാം, ബാബയ്ക്കല്ലാതെ സത്യുഗി രാജ്യ പദവി നൽകാൻ മറ്റാർക്കും സാധിക്കില്ല. ഈ രഥത്തിനും കർമ്മഭോഗം ഉണ്ടാകുന്നില്ലേ? ബാബ്ദാദയും പരസ്പരം ഇടയ്ക്ക് ആത്മീയ സംഭാഷണം നടത്താറുണ്ട്. ബ്രഹ്മബാബ പറയും, ബാബ ആശീർവാദം നൽകൂ, ചുമയ്ക്കായി എന്തെങ്കിലും മരുന്ന് നൽകൂ, അല്ലെങ്കിൽ എന്തെങ്കിലും മന്ത്രത്തിലൂടെ ഇല്ലാതാക്കൂ. ശിവബാബ പറയും, ഇല്ല, ഇത് അനുഭവിക്കുക തന്നെ വേണം. ഈ രഥം എടുക്കുന്നതിന് പ്രതിഫലവും നൽകുക തന്നെ ചെയ്യുന്നുണ്ട്. ബാക്കി ഇത് നിങ്ങളുടെ കർമ്മക്കണക്കാണ്. അന്തിമ സമയം വരെ എന്തെങ്കിലും വന്നുകൊണ്ടിരിക്കും. താങ്കൾക്ക് ആശീർവാദം നൽകുകയാണെങ്കിൽ എല്ലാവർക്കും നൽകേണ്ടി വരും. ഇന്ന് ഈ പെൺകുട്ടി ഇവിടെ ഇരിക്കുന്നു, നാളെ ട്രെയിനിന് ആക്സിഡന്റ് ഉണ്ടായി മരിക്കുന്നു. ബാബ പറയും, ഡ്രാമ. എന്തുകൊണ്ട് ബാബ നേരത്തെ പറഞ്ഞില്ല? ഇങ്ങനെ പറയാൻ സാധിക്കില്ല, അങ്ങനെ നിയമമില്ല. ഞാൻ വരുന്നത് പതീതരെ പാവനമാക്കുന്നതിനാണ്, അല്ലാതെ ഇതു പറഞ്ഞു തരുന്നതിനല്ല. നിങ്ങളുടെ ഈ കർമ്മക്കണക്കുകൾ നിങ്ങൾ തന്നെ ഇല്ലാതാക്കണം. ഇതിൽ ആശീർവാദത്തിന്റെ കാര്യമില്ല. അതിനുവേണ്ടി സന്യാസിമാരുടെ അടുത്തേക്ക് പോയിക്കോളൂ. ബാബ ഒരേ ഒരു കാര്യമാണ് പറഞ്ഞു തരുന്നത്. എന്നെ വിളിച്ചത് തന്നെ ഞങ്ങളെ നരകത്തിൽ നിന്ന് സ്വർഗത്തിലേക്ക് കൊണ്ടുപോകൂ എന്ന് പറഞ്ഞാണ്. പാടുന്നുമുണ്ട് പതീത പാവന സീതാറാം. എന്നാൽ അർത്ഥം തല തിരിച്ചെടുത്തു. പിന്നീട് രാമന്റെ മഹിമയിരുന്ന് ചെയ്യുന്നു രഘുപതി രാഘവ രാജാറാം. ബാബ പറയുന്നു, ഈ ഭക്തി മാർഗത്തിൽ നിങ്ങൾ എത്രമാത്രം പണം നഷ്ടപ്പെടുത്തി. ഒരു ഗീതവുമുണ്ടല്ലോ, ഞാൻ എന്ത് കൗതുകമാണ് കണ്ടത്. ദേവിമാരുടെ മൂർത്തി ഉണ്ടാക്കി പൂജ ചെയ്ത് പിന്നീട് സമുദ്രത്തിൽ കൊണ്ടുപോയി താഴ്ത്തുന്നു. ഇപ്പോൾ മനസ്സിലാക്കുന്നുണ്ട് എത്ര പൈസയാണ് നഷ്ടപ്പെടുത്തുന്നത്. വീണ്ടും ഇത് സംഭവിക്കും. സത്യുഗത്തിൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഒന്നും തന്നെ ഉണ്ടായിരിക്കില്ല. ഓരോ സെക്കൻഡും അടങ്ങിയിട്ടുണ്ട്. കൽപ്പത്തിന് ശേഷം ഇതേ കാര്യം വീണ്ടും ആവർത്തിക്കും. ഡ്രാമയെ നല്ല രീതിയിൽ മനസ്സിലാക്കണം. ശരി, ആർക്കെങ്കിലും വളരെയധികം ഓർമ്മിക്കാൻ കഴിയുന്നില്ല എങ്കിൽ ബാബ പറയുന്നു, ബാബയെയും സമ്പത്തിനെയും ഓർമ്മിക്കൂ. നമ്മൾ ആത്മാവ് എങ്ങനെയാണ് 84 ജന്മം എടുത്തു വന്നത്? ഉള്ളിൽ ഈ ലഹരി ഉണ്ടായിരിക്കണം. ചിത്രങ്ങളിലൂടെ മനസ്സിലാക്കി കൊടുക്കൂ. വളരെ സഹജമാണ്. ഇതാണ് ആത്മീയ കുട്ടികളുമായുള്ള ആത്മീയ സംഭാഷണം. ബാബ കുട്ടികളോടാണ് ആത്മീയ സംഭാഷണം നടത്തുന്നത്, മറ്റാരുമായും ചെയ്യുന്നില്ല. ബാബ പറയുന്നു, സ്വയം ആത്മാവാണെന്ന് മനസ്സിലാക്കൂ. ആത്മാവാണ് എല്ലാം ചെയ്യുന്നത്. ബാബ ഓർമ്മപ്പെടുത്തുന്നു, കുട്ടികളെ, നിങ്ങൾ 84 ജന്മങ്ങൾ എടുത്തു. മനുഷ്യനായി തന്നെയാണ് മാറുന്നത്. ഏതുപോലെ ബാബ ഓർഡിനൻസ് ഇറക്കുന്നു, അതായത് വികാരത്തിലേക്ക് പോകരുത്, അതുപോലെ ഇതും ഓർഡിനൻസ് ഇറക്കുകയാണ്. ആരും തന്നെ കരയരുത്. സത്യത്രേതായുഗത്തിൽ ഒരിക്കലും ആരും കരയുന്നില്ല. ചെറിയ കുട്ടികൾ പോലും കരയില്ല. കരയാൻ ആജ്ഞയില്ല. അത് ഹർഷിതമായിരിക്കുന്നതിനുള്ള ലോകമാണ്. അതിന്റെ മുഴുവൻ പ്രാക്ടീസ് ഇവിടെ ചെയ്യണം. ശരി, വളരെ കാലത്തെ വേർപാടിന് ശേഷം തിരിച്ചു കിട്ടിയ മധുരമധുരമായ കുട്ടികൾക്ക് മാതാവും പിതാവുമായ ബാബ്ദാദയുടെ സ്നേഹസ്മരണകളും സുപ്രഭാതവും. ആത്മീയ അച്ഛന്റെ ആത്മീയ കുട്ടികൾക്ക് നമസ്കാരം. ധാരണയ്ക്കുള്ള മുഖ്യസാരം: 1. ബാബയിൽ നിന്ന് ആശീർവാദം യാചിക്കുന്നതിന് പകരം ഓർമ്മയുടെ യാത്രയിലിരുന്ന് തന്റെ കർമ്മക്കണക്കുകൾ അവസാനിപ്പിക്കണം. പാവനമാകുന്നതിന്റെ പുരുഷാർത്ഥം ചെയ്യണം. ഈ ഡ്രാമയെ യഥാർത്ഥ രീതിയിൽ മനസ്സിലാക്കണം. 2. ഈ പഴയ ലോകത്തെ കണ്ടുകൊണ്ടും ഓർമ്മിക്കാതിരിക്കണം. കർമ്മയോഗിയാകണം. സദാ ഹർഷിതമായിരിക്കുന്നതിന്റെ
അഭ്യാസം ചെയ്യണം. ഒരിക്കലും കരയരുത്. വരദാനം: ഗൃഹസ്ഥത്തിലിരുന്നും എന്റേതെന്ന ഭാവം ത്യാഗം ചെയ്യുന്നവരായ സത്യമായ ട്രസ്റ്റി മായ ജീത്തായി ഭവിക്കട്ടെ. ഏതുപോലെയാണോ അഴുക്കിൽ അണുക്കൾ ഉണ്ടാകുന്നത്, അതുപോലെ എവിടെ ഞാൻ എന്ന ഭാവമുണ്ടോ അവിടെ മായ ജന്മമെടുക്കുന്നു. മായ ജീത്തായി മാറുന്നതിനുള്ള സഹജമായ വിധിയാണ് സ്വയത്തെ സദാ ട്രസ്റ്റിയാണെന്ന് മനസ്സിലാക്കുക. ബ്രഹ്മകുമാർ അർത്ഥം സൂക്ഷിപ്പുകാരൻ. സൂക്ഷിപ്പുകാരന് യാതൊന്നിലും മമത്വമുണ്ടാവില്ല. എന്തുകൊണ്ടെന്നാൽ അവരിൽ ഞാൻ എന്ന ഭാവമില്ല. സ്വയത്തെ ഗൃഹസ്ഥിയാണെന്ന് മനസ്സിലാക്കുമ്പോൾ മായ വരുന്നു. സൂക്ഷിപ്പുകാരനെന്ന് മനസ്സിലാക്കുമ്പോൾ മായ ഓടിപ്പോകുന്നു. അതിനാൽ വേറിട്ടിരുന്ന് ഗൃഹസ്ഥത്തിലെ കാര്യങ്ങളിലേക്ക് വരൂ, എങ്കിൽ മായ പ്രൂഫായിരിക്കാൻ സാധിക്കും. സ്ലോഗൻ: എവിടെ അഭിമാനം ഉണ്ടാകുന്നുവോ അവിടെ അപമാനത്തിന്റെ ഫീലിംഗ് തീർച്ചയായും വരും. അവ്യക്ത സൂചന: സത്യതയും സഭ്യതയുമാകുന്ന സംസ്കാരത്തെ സ്വന്തമാക്കൂ. ഇരിക്കുന്നതിൽ, എഴുന്നേൽക്കുന്നതിൽ, സംസാരിക്കുന്നതിൽ, സേവനം ചെയ്യുന്നതിൽ എല്ലാം ഉള്ള താങ്കളുടെ ആന്തരിക സ്വച്ഛത എപ്പോഴാണോ മനുഷ്യർക്ക് അനുഭവപ്പെടുന്നത്, അപ്പോഴാണ് പരമാത്മ പ്രത്യക്ഷതയ്ക്ക് നിമിത്തമായി മാറാൻ സാധിക്കുക. ഇതിനുവേണ്ടി പവിത്രതയുടെ ദീപം സദാ ജ്വലിച്ചുകൊണ്ടിരിക്കണം. അല്പം പോലും ഇളക്കത്തിലേക്ക് വരരുത്. എത്രത്തോളം പവിത്രതയുടെ ദീപം ഉറച്ചിരിക്കുന്നുവോ അത്രത്തോളം സഹജമായി എല്ലാവർക്കും ബാബയെ തിരിച്ചറിയാൻ സാധിക്കും. ഓം ശാന്തി.